കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്താൽ അത് ഒന്ന് പുറകോട്ട് അതിനെ ചികഞ്ഞു നോക്കിയാൽ നമുക്കൊരു മോട്ടിവേഷൻ, അതിന് പിന്നിലൊരു പ്രേരക ശക്തിയുണ്ട്. ഒരു പ്രേരക ശക്തി ഇല്ലാതെ മനുഷ്യന് ഒരു ജോലിയും ഒരു പ്രവൃത്തിയും ചെയ്യുവാനായിട്ട് കഴിയില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കരങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ഉത്സാഹം കെട്ടുപോകുമ്പോൾ നമ്മളെ മുന്നോട്ട് പോകുവാനായിട്ട് ഉത്സാഹിപ്പിക്കേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ട്. ഇല്ലെങ്കിൽ നമ്മളും ഉറങ്ങിപ്പോകുന്ന ആളുകളാണ്. എഫെസ്യ ലേഖനം 5:14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, അനുദിനം ദൈവവചനം വായിക്കുന്നവരാണ്. എങ്കിലും ദൈവവചനം എങ്ങനെയെല്ലാം നമുക്ക് ഉണർവേകും എന്ന് ഇന്ന് പ്രിയ ഔസേപ്പച്ചൻ സഹോദരനിലൂടെ നമ്മളെ കേൾപ്പിക്കുകയാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് മുമ്പിലുള്ള ഒരു വിഷയം ഒരുപക്ഷെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചതും നമ്മളൊക്കെ ചിന്തിക്കുന്നതുമായ ഒരു വിഷയമാണ് എന്ന് എനിക്കറിയാം. സഭയിലെ ഉണർവ് അത് നമുക്ക് നഷ്ടമായി പോയോ? തുടക്കത്തിലുണ്ടായിരുന്ന ആ ആവേശം നമുക്ക് ഇല്ലല്ലോ. എന്താണ് അങ്ങനെ സംഭവിച്ചത്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ് എന്ന് ഒരുമിച്ച് ചിന്തിക്കണം എന്നാണ് ഈ സെഷനിലൂടെ അതിനായിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഇത് ഒരുങ്ങുമ്പോൾ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് എനിക്കറിയാം. ഈ ക്ലാസ് ഒരുങ്ങാനായിട്ട് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ മാനന്തവാടി സഭയിലെ എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ഈ ക്ലാസ് നന്നായിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഞാൻ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഈ എടുക്കുന്നവർ മാത്രമല്ല ഇതിൻ്റെ ഉത്തരവാദി, കേൾക്കുന്നവർക്ക് അതിനകത്തൊരു വലിയ പങ്കുണ്ട്. എടുപ്പിക്കുന്നവർക്കൊരു വലിയ പങ്ക് ഉണ്ട്. ഒരാൾക്കും അങ്ങനെ വന്ന് ചുമ്മാ എടുക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല ഈ ക്ലാസ്. ഇത് നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ, അയാൾ അവിടെ നിന്ന് എന്തോ പ്രസംഗിക്കുന്നുണ്ട്, പ്രസംഗിക്കട്ടെ പോട്ടെ എന്ന് വെച്ചാൽ തന്നെ രണ്ടായി. നമ്മൾ ഈ പുൾപ്പിറ്റ് നമ്മുടെ പുൾപ്പിറ്റാണ്. വി ആർ പ്രീച്ചിങ്. കർത്താവാണ് നമ്മളോട് പല മുഖാന്തരങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു വിചിന്തനത്തിനായിട്ട് നമുക്ക് തയ്യാറാകാം. ഇന്ന് കുട്ടികൾ പാടിയ ആ പാട്ട് സാധാരണ ആരും പ്രാർത്ഥനയ്ക്ക് കൈയടിക്കാറില്ല. ഇന്ന് ആ പാട്ടിന് നമ്മൾ കൈയടിച്ചു. അത് പ്രാർത്ഥനയായിരുന്നു, പാട്ടായിരുന്നില്ല. അതല്ലേ? ഒരു അഗ്നിജ്വാല പോലെ കർത്താവെ നീ എന്നിൽ ജ്വലിക്കണം, എന്നെ ശുദ്ധനാക്കണം, എന്നെ പ്രയോജനമുള്ളവനാക്കണം, എന്നെ ഉത്സാഹമുള്ളവനാക്കണം എന്ന് അവർ പാടിയപ്പോൾ അതൊക്കെ നമ്മുടെ ആമേനായിട്ടാണ് നമ്മളെ കൈയടിച്ചത്. അപ്പം ആ മനസ്സ് നമുക്ക് സൂക്ഷിക്കാം. ഞാൻ ഈ വിഷയം ഓർത്തപ്പോൾ 137 സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്കുകളാണ് എൻ്റെ മനസ്സിൽ ആദ്യം പറയാൻ ആഗ്രഹിച്ചത്. ആ സങ്കീർത്തനം ഇതാണല്ലോ, ഗ്രഹാതുരത്വ വികാരങ്ങളുടെ ഒരു അവതരണമാണ് 137 സങ്കീർത്തനം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഇസ്രയേലിൻ്റെ നഷ്ടസ്വർഗങ്ങളെപ്പറ്റി, നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെപ്പറ്റി, വിദൂര ദേശത്ത് പരദേശികളായി അന്യരായി ആ ബാബിലോൺ നദിയുടെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തിരുന്നപ്പോൾ അവർ സങ്കടപ്പെട്ട് പറഞ്ഞ വാക്കുകളാണ്. അവരുടെ കിന്നരങ്ങൾ അലരിവൃക്ഷങ്ങൾ മേൽ തൂക്കിയിട്ടിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ പാടും? സിയോൻ ഗീതങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ പാടാനായിട്ട് കഴിയും? എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന്. ഇന്ന് പലപ്പോഴും ദൈവസഭയുടെ ദൈവമക്കളുടെ അനുഭവങ്ങളും വികാരങ്ങളും ആത്മീയ വികാരങ്ങളെയും പരിശോധിച്ച് നോക്കുമ്പോൾ പല ആളുകളുടെയും ഹൃദയത്തിലുള്ള ചിന്ത ഇതാണ്, അതൊക്കെ പണ്ടല്ലായിരുന്നോ? അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ എന്നൊരു ചിന്ത. ഇപ്പം ഞാൻ ഒരു സർവേ നടത്തിയാൽ, പെട്ടെന്നൊരു സർവേ നടത്തിയാൽ പഴയ ആവേശം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നവർ ഇവിടെ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ആ പഴയ കാലത്തുള്ള ആളുകൾ ഒന്ന് കൈവെക്കാവോ? നഷ്ടപ്പെട്ടു പോയി എന്നുള്ള അഭിപ്രായമാണ് ഉള്ളതെങ്കിൽ കൈവെക്കാം. ഇല്ല, ഇപ്പോഴും നമ്മൾ ആവേശത്തോടു കൂടെ തന്നെയാണ് ഇരിക്കുന്നതെന്നുള്ളവരൊന്ന് കൈവെക്കുക. ഉണ്ടല്ലോ, ചില ആളുകൾ ഉണ്ട്. എന്നാലും ഭൂരിപക്ഷം ആവേശം പോയി എന്നുള്ള അഭിപ്രായത്തിലാണ്. എന്തായിരിക്കും ഇതിൽ സത്യം? പോയോ പോയില്ലയോ പരിശോധിച്ച് നോക്കാം. പോയില്ല എന്ന് പറയുന്നവരുടെ ആത്മാർത്ഥതയൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. പോയി എന്ന് പറയുന്നവരുടെ ആത്മാർത്ഥതയും സമ്മതിക്കുന്നുണ്ട്. നമുക്കൊരു ശരിയായ വിലയിരുത്തൽ നടത്തേണ്ടത് ആവശ്യമാണ്.
ഇപ്പം ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ്. ഈയിടെയായിട്ട് അത് വളരെ പുഷ്ടിപ്പെടുന്ന വികാരമാണ്. ഈ പള്ളിക്കൂടത്തിലേക്കൊക്കെ തിരിച്ചു നടക്കുന്ന സമയമല്ലേ, സ്കൂളുകളിലേക്കൊക്കെ ഇപ്പോൾ വയസ്സന്മാരും വയസ്സുകളും എല്ലാം സ്കൂളിൽ പോവുകയാണ്. ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞങ്ങളുടെ ഒരു യോഗം ഉണ്ടെന്നും പറഞ്ഞ് പോവുകയാണ്. എന്നെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിട്ടുപോകുന്നതിന് ഓർക്കുമ്പോൾ മടുപ്പ്, പേടിയാവുക. ആ പഴയ കാര്യങ്ങൾ പലതും ഓർക്കാതിരിക്കട്ടെ ആരും ഓർപ്പിക്കാതിരിക്കട്ടെ എന്നോർത്ത് ഇരിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ചില ആളുകളൊക്കെ ആവേശത്തോടെ അങ്ങോട്ട് കടന്നു പോകുന്ന കാണുമ്പോൾ എനിക്കൊരു വല്ലായ്മ തോന്നാറുണ്ട്. എന്നെപ്പോലുള്ള ചുരുക്കം ആളുകൾ കാണുമായിരിക്കും, ഇതെന്തിനാ അവർ പോണതെന്ന്. പണ്ടായിരുന്നോ നല്ലത്, ഇപ്പോഴാണോ നല്ലത്? ആ സ്കൂളിൻ്റെ വരാതെ പോയി ഇരിക്കുകയാണ്, ഇപ്പോഴെന്താ ഇത്ര കാര്യം ഇരിക്കുന്നത്? നഷ്ടസ്വർഗങ്ങൾക്കൊരു വലിയൊരു ആവേശം പലപ്പോഴും ഉണ്ടല്ലോ. അത് വെറും ഒരു നഷ്ടസ്വർഗത്തെ പറ്റിയുള്ളൊരു ആവേശം മാത്രമാണോ? യഥാർത്ഥത്തിൽ നമുക്ക് വല്ലതും നഷ്ടപ്പെട്ടു പോയോ? ഞാൻ ഈ വിഷയത്തിൽ 3 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യവും രണ്ടാമത്തെ കാര്യം ഞാൻ ചുരുക്കി പറഞ്ഞ് മൂന്നാമത്തെ കാര്യം കുറച്ച് വിശദമായിട്ട് എൻ്റെ സമയത്ത് പറയാം. ഒന്നാമത്തെ കാര്യം, ഒരു ശരിയായ വിലയിരുത്തലിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചുമ്മാ കുറ്റം പറയുന്ന ഒരു പ്രവണത ആളുകൾക്കുണ്ട്. ഓ പണ്ടല്ലായിരുന്നു അതെല്ലാം, പണ്ട് ഭയങ്കരമായിരുന്നു, ഞങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വല്ലവരും ഉണ്ടോ? ഇപ്പം അങ്ങനെ ഉണ്ട്. ഇതൊരു ഒരു 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 മാനിയാണോ ഫോബിയാണോ എന്തോ ഇത് മാനിയാണ്, ഈ കുറ്റപ്പെടുത്തൽ ഫോബിയ. അപ്പം അത് സഭയിലും ഒക്കെ വരും. പണ്ടായിരുന്നു, ഞങ്ങളുടെ കാലത്തൊക്കെ ആയിരുന്നു ശരി, ഇപ്പോൾ ഒന്നും ശരിയല്ല എന്നുള്ളത്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കും, ഈ കുറ്റം പറഞ്ഞ് രസിക്കുന്നതായിരിക്കുന്ന ഗ്രൂപ്പ്. ഈ ചായക്കടയിലൊക്കെ പോയിരുന്ന് പ്രസംഗിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ പണ്ടുണ്ടായി. ഇപ്പം ആരും ചായ കുടിക്കാൻ പോണില്ലല്ലോ. പോയാലും വല്ല ഷവർമയൊക്കെ കഴിച്ചിട്ട് വർത്തമാനം പറയാൻ നേരമില്ലല്ലോ. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് രസിക്കുക. ഈ കുറ്റം പറഞ്ഞുകൊണ്ട് വല്ല ഗുണവും കിട്ടുന്നുണ്ടോ? ഇവർ പറഞ്ഞിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നത്? ഇവർ പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കോ ചീഫ് സെക്രട്ടറിക്കോ വല്ല വ്യത്യാസം വരുമോ? എന്നാലും നമ്മൾ പറയുകയാണ്. അപ്പം അതൊരു ഒരു വെറുതെ പറയുന്നതാണ്. എന്നാൽ ഒരർത്ഥത്തിൽ ഒരു ഒരു സമതുലിതമായൊരു വിലയിരുത്തലാണ് നമുക്ക് വേണ്ടത്. ഒരു ബാലൻസ്ഡ് ആയിരിക്കുന്ന ഒരു വിലയിരുത്തൽ വേണം. അതായത് എല്ലാ പരിപാടികളുടെയും വളർച്ചയിൽ ചില വീഴ്ചകളും ഉണ്ട്, ചില പുരോഗതികളും ഉണ്ട്. ആ ഒരു ബാലൻസ് നമുക്ക് നഷ്ടമായി പോകരുത്. ഒരു എക്സാജറേഷൻ ഒഴിവാക്കുക. കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എന്നാൽ കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്ക് നന്മകളില്ലേ? അന്ന് നമ്മുടെ ആദ്യകാലത്ത് 10-30 വർഷത്തിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ അന്ന് സഭകളിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അന്നും പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് 10-25 ആളല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു വലിയ വിഷയമില്ല. ഇന്ന് ആളുകൾ കൂടിയപ്പോൾ പ്രശ്നങ്ങളുടെ അനുപാതം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നം മാത്രമല്ല, അന്ന് നന്മയുണ്ടായിരുന്നെങ്കിൽ അതുപോലെ ഇന്നും ഒരുപാട് നന്മകളുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പം അന്ന് പ്രേമവിവാഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് മുഴുവൻ പ്രേമവിവാഹം എന്നാണ് പറഞ്ഞത്. അന്നും ഉണ്ടല്ലോ ചില വിവാഹങ്ങൾ. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ചില നല്ല പ്രേമവിവാഹങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. പ്രേമം നല്ലതെന്നല്ല, പ്രേമിച്ച് കഴിഞ്ഞിട്ട് അവരുടെ വിവാഹ ജീവിതങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. അന്ന് സഭയിൽ നടപടികളില്ലേ? അന്നും പ്രശ്നങ്ങളില്ലേ? അന്ന് സഭയിൽ നിന്ന് ആളുകൾ അനാത്മികരില്ലേ? അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. പക്ഷെ ഇന്ന് ഒരു പക്ഷേ ആൾ കൂടിയപ്പോഴും എണ്ണത്തിലൊക്കെ കുറെ കൂടുതലുണ്ട്. പഴയ കാലത്തെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ലജ്ജയാണ് തോന്നണത്. പണ്ടത്തെ നമ്മുടെ സഭകളിൽ അന്ന് ഞാൻ തന്നെ എൻ്റെ ബൈബിൾ പ്രസംഗം ചിലതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നാണമാവും. അത് വല്ലൊരു ഓർത്തിരിക്കുമെന്ന് ഓർത്ത് ഞാൻ രചിച്ചിട്ടുണ്ട്. പണ്ടിരിക്കും ഞാൻ കളമശ്ശേരിയിൽ പോയി. അന്ന് കളമശ്ശേരി പോയി എന്നെ കൊണ്ടൊക്കെ പ്രസംഗിപ്പിക്കായിരുന്നു. BMG ഇരിക്കണേ, ഞാൻ പ്രസംഗിച്ചു. ഭയങ്കര ഒരു പ്രസംഗം പ്രസംഗിച്ചു. അത് കർത്താവിൻ്റെ ക്രൂശിനെ പറ്റിയാണ്. കർത്താവിൻ്റെ ക്രൂശിനെ പറ്റിയല്ല, പ്രശംസിക്കാൻ ഇടവരരുത്. ഞാൻ ആ പ്രസംഗം കത്തിക്കയറി പ്രസംഗിച്ചിട്ട് BMG ഇറങ്ങി പറഞ്ഞു, അങ്ങനെ പറയാവോ എന്ന് എന്നോട് ചോദിച്ചു. വേറെ ഒരു സഹോദരൻ പയസവൻ്റെ പറഞ്ഞു, ഇച്ചിരി മാറ്റിയൊക്കെ പറഞ്ഞാൽ നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും ക്രൂശെ കിടക്കുകയാണ്. ഇപ്പോഴ് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൂശെ കിടക്കുന്നവൻ മരിക്കണം, എന്നിട്ട് വേണം പുനരുദ്ധാനം. എൻ്റെ കർത്താവെ, കളമശ്ശേരി ചർച്ചിൽ ഞാനത് പ്രസംഗിച്ചല്ലോ എന്നോർത്ത് ഞാൻ ലജ്ജിച്ചു പോവുകയെന്ന്. അതൊക്കെ ഒരു മറന്നുപോട്ടെ, അതൊക്കെ ഒരു ഓർക്കാതിരിക്കട്ടെ. അതാ എൻ്റെ പ്രാർത്ഥന, ഓർക്കാനല്ല. അതുപോലെ പല സഭാഭരണത്തിലെ പല അബദ്ധങ്ങൾ, നമ്മൾ കാട്ടിക്കൂട്ടിയതായിരിക്കുന്ന വിഡ്ഢിത്തരങ്ങൾ, ഓഫറിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സഭകളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫറിംഗ് എടുത്തു കഴിഞ്ഞാൽ ചിട്ടിപ്പിരിവ് പോലെയാണ്. ഈ ആഴ്ച എനിക്ക് വേണം ഓഫറിംഗ്, അടുത്ത ആഴ്ച നിനക്ക്. കണക്കുമില്ല, കാര്യമില്ല, ആരെങ്കിലും പോക്കറ്റിൽ കൊണ്ടുപോയിടും. ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു ചെറിയ സംശയം ഉണ്ട് ചിലയിടത്തൊക്കെ. ഒരു കാര്യമില്ല. അതൊക്കെ എത്ര ചിട്ടയായ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനോഹരമായി. ഇപ്പോഴ് ഒരു ക്യാമ്പിന് തന്നെ വന്നാൽ, പണ്ട് നമ്മുടെ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ക്യാമ്പിന്
നല്ല ക്യാമ്പായിരുന്നു. ചില വികാരങ്ങളൊക്കെ അതിമനോഹരമാണ്. ഇപ്പോഴെന്താ? ഇപ്പോഴും മനോഹരമല്ലേ? അതുകൊണ്ട് വെറുതെ നമ്മൾ എക്സാജറേറ്റ് ചെയ്യരുത്. അത് ആദിമസഭ. എല്ലാവരും ആദിമസഭയിലെ കുറ്റങ്ങൾ ലിസ്റ്റ് ചെയ്താൽ ഒരു 25 നോക്കി അപ്പസ്തോലപ്രവൃത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പറഞ്ഞു നോക്കിയ കർത്താവ് കുറ്റേ പറഞ്ഞിട്ടുള്ളൂ താനും. കർത്താവ് വിലയിരുത്തിയപ്പോൾ വെളിപ്പാട് പുസ്തകം 7 സഭ പറഞ്ഞപ്പോൾ നന്മ കുറെ കുറവാന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മളും പണ്ടായിരുന്നു നല്ലത്, ഇപ്പോൾ ഒന്നും ഇല്ല എന്നൊന്നും പറയരുത്. എന്തെല്ലാം നല്ല കാര്യം, വചനം പഠിപ്പിക്കല്, സഭായോഗങ്ങളിൽ, അതുപോലെ മൂപ്പന്മാരെ ആക്കി വെക്കുന്നതിൽ, ഉപദേശത്തിൽ, തെറ്റുകൾ തിരുത്തലിൽ, ആശ്വസിപ്പിക്കലിൽ, പ്രീമാരിറ്റൽ ക്യാമ്പ്, കൗൺസിലിങ് ക്യാമ്പുകൾ, വിവാഹങ്ങൾ നടത്തുന്നു, മരിച്ചവരെ അടക്കുന്നു, ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്നു, പ്രശ്നങ്ങളുള്ളവരെ സഹായിക്കുന്നു, കൂട്ടായ്മ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ സഭകളിൽ നടത്തുന്നു. ഇതൊന്നും കാണാതെ പണ്ട് ഞങ്ങൾ വലിയ പുലിയായിരുന്നു എന്നുള്ള തരത്തിൽ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കതിൻ്റെ സത്യം മനസ്സിലാവില്ല. മാത്രമല്ല, ഒരു കാര്യം കൂടെ ഓർക്കണം, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ സഭയുടെ ആവേശം നഷ്ടപ്പെട്ടു പോയാൽ എന്തുകൊണ്ട് എന്നിൽ ആവേശം വന്നുകൂടാന്നൊന്ന് തിരിച്ച് ചിന്തിച്ചാൽ എന്താ? ഒരു വ്യക്തി വിചാരിച്ചാൽ, ഒരു കുടുംബം വിചാരിച്ചാൽ ഒരു സഭയെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമോ? ഇല്ലയോ? കഴിയും. പിന്നെന്താ എനിക്ക് ചെയ്തുകൂടാ, അവർ ചെയ്തില്ല, ഇവർ ചെയ്തില്ല എന്ന് പറയുന്നത് എന്തിനാ? ചിലപ്പോൾ എൽഡേഴ്സാണ് കുറ്റക്കാർ. നമ്മുടെ എൽഡേഴ്സ് ശരിയല്ല. നമ്മുടെ ഭരണക്രമം പോലെ, ബൈബിളിലെ ഭരണക്രമം പോലെ മനോഹരമായിട്ട് എന്താ ഉള്ളത്? എൽഡർമാരെ ഒരുത്തൻ മരിക്കുമ്പോഴേ ഒരാൾ എൽഡർ ആകാവുള്ളൂ എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടോ? കൂടുതൽ എൽഡേഴ്സ് വന്നാൽ അവരെ എൽഡേഴ്സ് ആക്കണം. എൽഡേഴ്സിൻ്റെ എണ്ണം വിശ്വാസികളെക്കാളും കൂടുതലാകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവരെ വേറെ സഭയിലേക്ക് മിഷണറിയാരായിട്ട് അയക്കണം. അതല്ലേ സഭയുടെ പാരമ്പര്യം. അതുകൊണ്ട് എൽഡർ ശരിയല്ലെങ്കിൽ, ഞാൻ ചിലരോട് ചോദിച്ചിട്ടുണ്ട്, താൻ എവിടെയായിരുന്നു? 25 വർഷമായില്ലേ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്ത് എൽഡർ ആകാത്തെ? അതേ, ഇച്ചിരി സാമ്പത്തിക ക്രമക്കേട്, ഇച്ചിരി വഷളത്വം, ഇച്ചിരി തെമ്മാടിത്തരം, ഭാര്യ ഇടയ്ക്ക് തല്ലും, പിള്ളേരെ വളർത്തിയല്ല, ഉത്തരവാദിത്വം ചെയ്യല, അന്ന് കുറ്റം പറയാൻ കൊള്ളാല്ലേ? ഈ പുസ്തകവും ഈ പരിശുദ്ധാത്മാവും ഈ ക്രിസ്തുവും ഈ കൃപയും നിനക്കില്ലേ? എന്നിട്ട് കുറ്റം മാത്രമോ? എന്തുകൊണ്ട് ഇവിടെ തുടങ്ങിക്കൂടാ ഈ ആവേശം? അപ്പൊ കുറ്റപ്പെടുത്തുമ്പോഴേ സ്വന്തം കുറ്റങ്ങളെ കാണാതെ പോവുക. മാത്രമല്ല, ഇനി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭിന്നതകളും വഴക്കുകളും ഉണ്ടെന്നിരിക്കട്ടെ, അതൊന്നും സഭയെ തകർത്തുന്നതല്ല. അതിൻ്റെയൊക്കെ മധ്യത്തിലാണ് ദൈവസഭ ആദ്യം മുതൽ ഇന്ന് വരെയും വളർന്നിട്ടുള്ളത്, നിലനിന്നിട്ടുള്ളത്, ശക്തിപ്പെട്ടിട്ടുള്ളത്, വിദൂര സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനത്തിനായിട്ട് വ്യാപരിച്ചിട്ടുള്ളത്. അതിനൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ആർജവത്വമാണ് ഉണർവിൻ്റെ ലക്ഷണമെന്ന് നമ്മൾ ഓർക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്താണ് സത്യത്തിൽ നമുക്ക് നഷ്ടമായത്? പഴയ ആവേശമില്ല എന്ന് പറയുമ്പോൾ ഒരു വിലയിരുത്തൽ നടത്തിയാൽ, ഒരു നല്ല വിലയിരുത്തൽ നടത്തിയാൽ സത്യത്തിൽ എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത്? ഞാനവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചത് ഒരുപക്ഷെ നിങ്ങളും സമയമുണ്ടായിരുന്നെങ്കിൽ എല്ലാവരോടും ചോദിക്കാമായിരുന്നു. എന്നാൽ പിന്നെ ഇതായിരിക്കും നിങ്ങളുടെ മനസ്സെന്നോർത്ത് ഞാൻ പറയുകയാണ്. ഒന്ന്, വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടമായി. അതാണ് ഒന്ന് സഭകളിൽ സംഭവിച്ചത്. നമ്മൾ കാണുന്നത് ഭിന്നത, വഴക്ക്, അകൽച്ച, പഴയ സ്നേഹമില്ല, പഴയ കൂട്ടില്ല എന്നൊക്കെ പറയുന്നതാണ് ഒരു കാര്യം, ഒരു വസ്തുത അതിനകത്തുണ്ട്. രണ്ട്, സുവിശേഷം അറിയിക്കുന്നതിലെ തീഷ്ണത കുറഞ്ഞു. ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഒരു ട്രാക്റ്റ് കൊടുക്കണം. ഞാൻ ഏതായാലും ഈ ക്ലാസ് ഒരുങ്ങിയതുകൊണ്ട് മാത്രം ഇന്നലെ പോകുന്നിടത്തൊക്കെ ഞാൻ ഓരോ ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ സജിക്ക് ഒരു ട്രാക്റ്റ്, ട്രെയിനിൽ കയറിയപ്പോൾ പ്രശാന്തിന് ഒരു ട്രാക്റ്റ്. പ്രശാന്ത് കുറേ എന്നോട് വർത്താനം പറഞ്ഞു. ഒരു സിനിമ പിടിക്കുന്ന അസിസ്റ്റൻറ്റ് സംവിധായകനാണ്, ഒരു പ്രിവിലേജായി സുവിശേഷം. പിന്നെ വേറൊരാൾക്കൊരു ട്രാക്റ്റ്. ഈ ക്ലാസ് ഉള്ളത് നന്നായി, ഇങ്ങനെ എല്ലാവരും ഓരോ ക്ലാസ് ഏൽപ്പിച്ചാലെങ്കിലും അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അന്നൊക്കെ എന്തൊരു ആവേശമായിരുന്നു. ഇത് ആ ആവേശം കുറഞ്ഞു, ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം കുറഞ്ഞുപോയി. ആത്മീയ ശുശ്രൂഷകൾ ആത്മാർത്ഥതയില്ലാത്ത ചടങ്ങുകളായിത്തീർന്നു. എല്ലാം ഇങ്ങനെ ഒരു ചടങ്ങായിട്ട്, മലാക്കി പ്രവചനത്തിലൊക്കെ പറഞ്ഞതുപോലെ ചീറുന്നു. ചീറൽ എന്നൊരു വാക്കില്ലേ? ഒരു പ്രസംഗം ഒന്ന് നിർത്തിയായിരുന്നെങ്കിൽ. ചീറൽ, എന്തോ ഒരു ഭാരം. സഭയെ കഞ്ഞിവെക്കണം, ഞാനാണ് ഈ ആഴ്ച കഞ്ഞി വെക്കേണ്ടത്, അല്ലെങ്കിൽ ഞാനാണ് ഇന്നും ചെയ്യേണ്ടത്. എന്തോ ഒരു ഭാരം. നമ്മുടെ വീട്ടിലാണോ ഇത്തവണയും മീറ്റിംഗ്? അപ്പം കഴിഞ്ഞ ആഴ്ചയല്ലേ, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയല്ലേ നമ്മളിവിടെ വെച്ചത്? ഭാരം. പണ്ടങ്ങനെയാണോ? ലുദിയയുടെ വീട് പോലെ തുറന്നിട്ടിട്ട് സഹോദരന്മാരെ വിശ്വസ്ത എന്നെണ്ണുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ ഒന്ന് പാർപ്പിൻ എന്ന് പറയുന്ന വെറുതെ ഇപ്പം അതില്ല എന്നൊരു ചിന്തയാണ് പിന്നെ ഉള്ളത്. മറ്റൊരു കാര്യം, കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കാനുള്ള മനസ്സ് ഇല്ല. എത്ര സമയം കൊടുക്കാനും, എത്ര പണം മുടക്കാനും, എത്ര ദൂരം പോകാനും, എത്ര കഷ്ടപ്പെടാനും. ഒരു ക്യാമ്പിന് പോയാൽ, ഒരു കാര്യത്തിന് പോയാൽ, ഒരു പരിപാടി നടത്തിയാൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പണവും ഒന്നും അങ്ങനെ കൊടുക്കാനായിട്ടില്ല. ഒരു സഭായോഗത്തിന്, ഒരു ബൈബിൾ ക്ലാസ് തന്നെ സമയമൊക്കെ നോക്കി എല്ലാവരും ഇരിക്കുന്നത്. പണ്ടൊക്കെ ഇവിടെയായിരുന്നു ക്ലോക്ക്, ഇപ്പം ക്ലോക്ക് അവിടെയും കൂടെ ഒരെണ്ണം വെച്ചു. പ്രസംഗം കാണണം,
ഓരോ സ്വിച്ച് സെക്കൻഡ് മാറുമ്പോഴും ആളുകളുടെ ചങ്കടിപ്പാണ്. പശുവിനൊക്കെ ഇറക്കണം, റബ്ബർ പാലെടുക്കണം, അല്ലെങ്കിൽ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോകണം, തൊഴിലുറപ്പിൻ്റെ പരിപാടിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഈ പ്രസംഗം നീളമുള്ള ഒരുപാട് നീട്ടണമെന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സ് മതി, ഇത്രയൊക്കെ മതി. ഞാനിവിടെ ശ്രദ്ധിച്ചു, പണ്ടൊക്കെ നമ്മൾ ക്യാമ്പിന് നോട്ട് ബുക്ക് കൊണ്ടല്ലേ വരുന്നത്. ഇപ്പം നോട്ട് ബുക്ക് കൊണ്ട് വരുന്നത് എത്ര, ബൈബിള് പോലും കൊണ്ടുവരുന്നവരെ ഉണ്ട്. വേണ്ട കേട്ടോ, ഇതിനകത്തുണ്ടല്ലോ. അത് തെറ്റായിട്ട് ഞാൻ പറയല്ല, ഞാനതിനെ അംഗീകരിക്കുന്ന ഒരാളാണ്. ഇതിനകത്തുള്ളത് വലിയൊരു അനുഗ്രഹമല്ലേ. നോട്ട് എഴുതുക ഒരു ഭാരമായി തീരുന്ന അനുഭവം വരുന്നു. അതുപോലെ തന്നെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു അമർഷങ്ങൾ, അവരുടെ വിശ്വാസവും ബഹുമാനവും ഇല്ലാതെയാകുന്നു, അവരുടെ നിലവാരമില്ലാതെയാകുന്നു, പ്രതീക്ഷിക്കുന്ന പക്വതകളില്ല, മാതൃക കാണുന്നില്ല, പക്ഷപാതപരമായി ഇടപെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവരൊന്നും എല്ലായിടത്തും എത്തുന്നില്ല. പണ്ടിങ്ങനെ അല്ലായിരുന്നു, ഇബ്രാഹിം ദോസ് ഇങ്ങനെ അല്ലായിരുന്നു, AP ജോസഫ് സഹോദരൻ അന്ന് ഇങ്ങനെ അല്ലായിരുന്നു, ഈ ഇപ്പോൾ ഉള്ളവരാര് എവിടെ എന്ത് ഒന്നും ശരിയാകുന്നില്ല എന്നുള്ള ഒരു ചിന്ത. അതുപോലെ പ്രശ്നങ്ങളൊക്കെ സഭയെ കൂടുകയാണ്, ഒന്നിനൊന്ന് കൂടുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിലൊരു വശം ഞാൻ ഊന്നി പറയുകയാണ്. എല്ലാം പൂർണ്ണമായി ഞാൻ അതിനോട് അങ്ങനെ യോജിക്കുന്നില്ലെങ്കിലും ഒരു വശം പറയുന്നത് കൊരിന്ത്യലേഖനം 4-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പോലെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അതാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞ പോലെയല്ല, ആ പറഞ്ഞതിൻ്റെ എതിര്. പുറമേയുള്ള മനുഷ്യൻ അനുദിനം പുതുക്കം പ്രാപിക്കുന്നു. ഇപ്പം സെമിത്തേരി ഇല്ലാത്ത സഭയാരാ? പണ്ട് സെമിത്തേരി നിങ്ങളുടെ മരിച്ചവരെ എവിടെയാണ് കടക്കണേന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥിരം മറുപടി എന്താണെന്നറിയോ? ഉണങ്ങി വെച്ച് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത്. കാരണം സെമിത്തേരി ഇല്ല നമുക്ക്. അതൊക്കെ നമ്മൾ നിസ്സാരം, ഇതാണോ വിഷയം? അതൊക്കെ അന്നേരം ഒരു വഴിയാണ്. മരിച്ചവരെ അടക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് നിന്നവർ ഇപ്പം നല്ല 5 സ്റ്റാർ സെമിത്തേരികൾ പണിതിട്ട് മൃതശരീരങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഒരു ശുശ്രൂഷ നടത്താൻ വേണ്ടിയിട്ട്. ഞങ്ങളാണെങ്കിൽ തന്നെ ഈ താഴേക്ക് ഇറക്കുന്ന ഒരു യന്ത്രം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പണ്ടത്തെ പോലെ കയറ് കെട്ടിയൊന്നും ഇറക്കേണ്ട കാര്യമില്ല. എന്നിട്ട് കയറ് ചാടിപ്പോയി ആളിറങ്ങിപ്പോണം, മൊബൈൽ ഇറക്കാൻ പോകണം, ഒരു കാര്യമില്ല. ആള് പാതാളത്തിലേക്ക് സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്നു. അത് നേരെ സ്വർഗത്തിലേക്കായിരുന്നെങ്കിൽ ഞാൻ ഓർത്തിട്ടുണ്ട്. മേലോട്ടായിരുന്നു ഈ കറക്കെങ്കിൽ നല്ലതായിരുന്നു. ഇത് അടിയിലേക്ക് വെക്കാനായിട്ട് നമ്മൾ കറക്കുന്ന യന്ത്രം പാലായി പോയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അകമയുള്ളവനോ ഉള്ളിലെ മനുഷ്യനോ അതിന് വളർച്ചയുണ്ടോ? അതിന് പുരോഗതിയുണ്ടോ? നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ, വ്യക്തിബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നുണ്ടോ? സുവിശേഷം അറിയിക്കാനുള്ള താല്പര്യം കൂടുന്നുണ്ടോ? ആത്മീയ ശുശ്രൂഷകളിലെ ആത്മാർത്ഥത കൂടുന്നുണ്ടോ? പഴയതുപോലെയല്ല. ആ പ്രസംഗം, ആ വചനപഠനം, ആ പരിപാടികൾ, ആ പ്രാർത്ഥനായോഗം, ആ സഭായോഗം അതിൻ്റെ ജീവനാണ്. അങ്ങനെ വരുന്നുണ്ടോ? കഷ്ടങ്ങൾ നഷ്ടങ്ങളും ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. എന്തും വരട്ടെ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കും എന്ന വളർച്ച നമുക്ക് വരുന്നുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ. ലോകത്തിൽ കഷ്ടമുണ്ടല്ലോ, എതിരാളികളുണ്ടല്ലോ, ഒരു കുടുംബത്തിൽ തന്നെ ചിത്രത ഉണ്ടാവില്ലേ? കർത്താവ് പറഞ്ഞല്ലേ. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. അതാണോ നമ്മൾ പറയുന്നത്? അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഞാൻ പറയാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം. ഞാനതിന് ആധാരമായിട്ട് എബ്രായ ലേഖനത്തിൽ നിന്നും ഉള്ള ചില ചിന്തകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എബ്രായ ലേഖനം ഒരു പിന്മാറ്റക്കാർക്കുള്ള ലേഖനമാണെന്ന് നമുക്കറിയാമല്ലോ. എബ്രായ വിശ്വാസികൾ അതിശക്തന്മാരായ വിശ്വാസികളായിരുന്നു. അവരെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം പരസ്യമായ നിന്ദകളാലും പീഡകളാലും കഷ്ടത അനുഭവിച്ചു. കൂടാതെ ആപക കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിത്തീർന്നു. വളരെ കഷ്ടങ്ങളാൽ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് സഹതാപം കാണിച്ചത് കൂടാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ച ഒരു പൂർവ്വകാലം. അത് നമ്മളെപ്പറ്റിയും പറഞ്ഞല്ലേ, എബ്രായ വിശ്വാസികളുടെ പൂർവ്വകാലമാണത്. എന്നാൽ ഇപ്പോഴവരുടെ സ്ഥിതിയോ, മന്ദതയുള്ളവർ ആകാതെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ, പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല പിന്മാറ്റക്കാർ. 12:15 ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകരത്തിൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനായി തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുവിൻ. എന്താ എബ്രായർക്കാർക്ക് പറ്റിയത്? എന്താ കാരണം കൃത്യം അറിഞ്ഞുകൂടെങ്കിലും അവർ പിന്മാറ്റത്തെപ്പറ്റി ചിന്തിക്കുകയാണ്. അവർ വിട്ടിട്ട് പോകുന്ന യഹൂദ കൾട്ടിലേക്ക്, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി നാട്ടിൽ സുഖമായിട്ട് സുരക്ഷിതരായിട്ട് ജീവിക്കാൻ, പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ ആ യഹൂദ മതവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാൻ ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖന കർത്താവ് അതിശക്തമായിട്ട് അവരോട് പറയുകയാണ്, നമുക്ക് തിരിച്ചു പോക്കില്ല എന്ന്. അത് അപകടമാണ്, മുന്നോട്ട് പോകണം. അതിന് അദ്ദേഹം എന്താ ചെയ്തത്?
ഒരു ലേഖനം എഴുതി. ആ ലേഖനമാണ് എബ്രായ ലേഖനം. അപ്പം ആരെങ്കിലും പിന്മാറിയിട്ടുണ്ടെങ്കിൽ, മന്ദതയുള്ളവരായി തീർന്നിട്ടുണ്ടെങ്കിൽ, ആ പഴയ ഉന്മേഷവും ഉത്സാഹവും നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എബ്രായ ലേഖനം നമുക്കൊരു മനസ്സ് തുറക്കുന്ന ഒരു പുസ്തകമാണ്, ദൈവ നിയോഗമാണെന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ എബ്രായ ലേഖനക്കാരൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ, രോഗത്തിൻ്റെ ലക്ഷണങ്ങളെയല്ല അദ്ദേഹം ചികിത്സിച്ചത്, രോഗത്തെയാണ് ചികിത്സിച്ചത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ സഭയിൽ ഒരു നല്ല സഹോദരി ഉണ്ടായിരുന്നു. ഒരിക്കൽ മക്കൾ പറഞ്ഞു, അമ്മച്ചിക്ക് ഈയിടെയായിട്ട് എന്തോ ഒരു സ്വഭാവ വ്യത്യാസം, അമ്മച്ചി പഴയതുപോലെയല്ല, ചില ചീത്ത വാക്കുകളൊക്കെ പറയുന്നു. ദൈവമക്കൾ പറയാൻ കൊള്ളാത്ത കൂട്ട് പല വാക്കുകളൊക്കെ ഇല്ലേ, നമ്മൾ ചിലപ്പോൾ അറിയാതെയൊക്കെ മനസ്സിലൊക്കെ പറഞ്ഞു പോയെങ്കിൽ അതുപോലത്തെ വാക്ക് പുറത്ത് പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ചെരുപ്പ് വലത്തെ കാലം ഇടുന്നു, ചെരുപ്പ് ഇടത്തെ കാലം ഇടുന്നു. അതെന്താ അമ്മച്ചി അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ അങ്ങനെയാണോ ഇട്ടത്? അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി അല്ല, ചേച്ചി വർത്താനമൊക്കെ പറഞ്ഞു, അല്ല ഒരു ചായ വെക്കല്ലേ എന്ന് ചോദിച്ചു. അന്നേരം ചോദിച്ചു, ചായയോ? അതെങ്ങനെയാണ് വെക്കണേ? ശരിടാ. നേരെ മെഡിക്കൽ കോളേജ്, MRI തലയിലൊരു വലിയ ട്യൂമർ. വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്മച്ചി എന്താ തെറി പറയണത്? അമ്മച്ചി എന്താ ചായ വെക്കാത്തത്? ഒരു കാര്യവുമില്ല. രോഗത്തെ തിരിച്ചറിയണം. അതാണ് എബ്രായലേഖനക്കാരൻ ചെയ്തത്. എന്നിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കണം. തിരിച്ചറിഞ്ഞിട്ട് പ്രസംഗിച്ചാലും പോരാ, അതിനുള്ള മരുന്ന് കൊടുക്കണം. എബ്രായ ലേഖനത്തിലുള്ള ആ പ്രിസ്ക്രിപ്ഷനിലെ 5-6 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമത്, പിന്മാറ്റക്കാരെ ഉണർത്താൻ എബ്രായ ലേഖനക്കാരൻ ചെയ്തത് എന്താണെന്നറിയോ? യേശു ക്രിസ്തുവിൻ്റെ മഹത്വം അറിയണം. അതാ ഒന്നാമത് പറഞ്ഞത്, ക്രിസ്തുവിനെ അറിയണം. എബ്രായ ലേഖനം 1-ാം അധ്യായം തുടങ്ങുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ പിന്മാറ്റക്കാരാന്ന് പറഞ്ഞല്ല തുടങ്ങിയത്, കർത്താവിൻ്റെ മുഖത്തേക്ക് എബ്രായ വിശ്വാസികളുടെ കണ്ണ്, ഹൃദയം തിരിക്കുവാൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്ത് അതിൻ്റെ വിശദീകരണമായിട്ട് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുവിൻ. അവൻ ആരാണ്? ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യഹൂദന്മാരുടെ വീരനേതാവായിരുന്ന മോശ ദൈവഭവനത്തിലെ ഭൃത്യനാണ്. ഇത് ഭവനത്തിന്റെ അധികാരി, ഉടമസ്ഥൻ, തത്വത്തിന്റെ മുദ്ര, ദൈവ തേജസ്. ആ ക്രിസ്തുവെങ്കിലേക്ക് നിങ്ങളുടെ കണ്ണ് തിരിക്കുക എന്നാണ് അദ്ദേഹം അവർ പറഞ്ഞത്. അതാ പരിഹാരം. ആരെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മളെ അന്ന് മുമ്പോട്ട് കൊണ്ടുവന്ന ആ ദർശനമുണ്ടല്ലോ, ആ സ്വർഗീയ ദർശനം, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ദർശിച്ച ആ കാഴ്ചയുണ്ടല്ലോ, പൗലോസ് ദമസ്കസ് റോഡിൽ വെച്ച് കണ്ട ആ കാഴ്ച, ആ സ്വർഗീയ ദർശനം, അത് മങ്ങിപ്പോയത് കൊണ്ടാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, തിരിച്ചു കൊണ്ടുവരികയാണ്, ക്രിസ്തുവിനെ നോക്കാൻ പറഞ്ഞു. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എഴുതി, ഞങ്ങൾ അവൻ്റെ തേജസ്, ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് പറഞ്ഞു. പത്രോസ് അപ്പോസ്തലൻ എന്താ എഴുതിയത്? ഞങ്ങൾ വിശുദ്ധ മലയിലിരുന്ന് അവൻ്റെ തേജസ്, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. മരണത്തിൻ്റെ മുമ്പിലും ആ തേജസ്സാണ് ഞങ്ങളുടെ മുമ്പിൽ. സ്തേഫാനോസ് എന്താ കണ്ടത്? സ്വർഗം തുറന്നിരിക്കുന്നതും യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ആരാധ്യനായിരിക്കുന്നതും കാണുകയാണ്. എങ്ങനെ തള്ളിപ്പറയും? എങ്ങനെ പിന്നോട്ട് പോകും? അതാണ് സ്വർഗീയ ദർശനം. യെശയ്യാവ് കണ്ടത് എന്താ? യോഹന്നാൻ 12 പറഞ്ഞില്ലേ, അവൻ അവൻ്റെ തേജസ് കണ്ടിട്ട് പറഞ്ഞാന്ന്. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം, അത് യേശുവിൻ്റെ തേജസ്സാണ്. ആ തേജസ് മങ്ങിപ്പോയാൽ നമ്മൾ എപ്പോഴേ തകർന്നു പോകും. നമ്മുടെ രക്ഷയുടെ അനുഭവം ഒന്ന് ഓർത്തു നോക്കി. എന്താ നമ്മൾ കണ്ടത്? പണ്ട് പഠിപ്പിച്ചു വെച്ച ആ ക്രിസ്തു ചിത്രങ്ങൾ, ലിയനാർഡോ ഡാവിഞ്ചിയും മൈക്കിൾ ആഞ്ചലോ ഒക്കെ വരച്ച ചിത്രങ്ങളുടെ പല രൂപങ്ങളും, പലരുടെയും കൊത്തുരൂപങ്ങളും ഒക്കെ കണ്ട് അതാണ് ക്രിസ്തുവെന്നും അവർ വരച്ചു വെച്ചതായിരിക്കുന്ന വികല ചിത്രങ്ങളെ യേശു ക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ചു തരുന്ന ഒരു കാലത്തിൽ നിന്നും അപ്പോസ്തലന്മാർ വരച്ചു കാട്ടിയ ആ ദൈവപുത്രനായ തേജസ്സിന്റെ കർത്താവിനെ, ജീവനായകനെ നമ്മൾ കണ്ടെത്തിയപ്പോൾ അതൊക്കെ വേണ്ടെന്ന് വെച്ച്, കർത്താവേ അങ്ങേ ഞാൻ എൻ്റെ രക്ഷിതാവായി, എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞവരല്ലേ? അതാ നമ്മളെ കൊണ്ടുവന്ന ആവേശം അതായിരുന്നുവെങ്കിൽ, ആദ്യ ആവേശത്തിൻ്റെ ചരിത്രം, അതിൻ്റെ അടിസ്ഥാനം അതായിരുന്നുവെങ്കിൽ, ആവേശത്തിൻ്റെ തിരിച്ചുപിടിക്കലും ഈ ദർശനത്തിൻ്റെ തിരിച്ചറിയലാണ് എന്ന് നമുക്ക് ഓർക്കാം. യഹൂദ ക്രിസ്ത്യാനികളെ പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറും കേട്ടോ. സാമൂഹിക സ്ഥിതിയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വരികയും പോവുകയൊക്കെ ചെയ്യും. മാറാത്തവൻ ആരാ?
എബ്രായക്കാരൻ പറഞ്ഞ എന്താ? ഇന്നലെയും ഇന്നും എന്നേക്കും യേശു ക്രിസ്തു അനന്യൻ തന്നെ. ആ ദർശനമാണ്. കർത്താവേ, ആ മുഖദർശനം നീ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. ആത്മീയ മന്ദതയ്ക്കുള്ള മറുമരുന്ന് യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് തിരിച്ചറിയലാണ്. രണ്ടാമത്തെ കാര്യം രക്ഷയുടെ മഹത്വം ദർശിക്കുക. അത് രണ്ടാമത്. എബ്രായ ലേഖനത്തിലെ വിഷയം നമ്മൾ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ യാഗങ്ങളെയും ബലികളെയും പറ്റിയൊക്കെ എഴുതിയാലും അതിലെ ഒരു മുഖ്യ വിഷയം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഈ നശ്വര ലോകത്തിൻ്റെ നന്മകളല്ല, നിത്യമായ ആത്മീയ നന്മകളുടെ ഒരു ഭാവി ലോകമാണ്. അതാ എബ്രായ ലേഖനക്കാരൻ പറയുന്നത്. ആ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വരുന്ന ലോകം, വരുവാനുള്ള ലോകം, ഭാവി ലോകം, ഇളകാത്ത ലോകം, ഇപ്പോൾ ഉള്ള അല്ല, ഇത് നശ്വരം. അങ്ങോട്ട് നോക്കിയിരിക്കാൻ. ഇന്ന് എം ടി ജോസ് രാവിലെ ഷെയർ ചെയ്തപ്പോൾ വായിച്ചൊരു വാക്യം. ആ വാക്യം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ച് ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ചിലപ്പോൾ ആളുകൾ ഡിലീറ്റ് ചെയ്യും. സ്വർഗത്തിലെ എന്നുള്ളത് വിട്ട് കളയുവേ. സകല അനുഗ്രഹങ്ങളാലും. ഏതനുഗ്രഹമാണ്? ഒരുപാടുണ്ടല്ലോ നമ്മുടെ അനുഗ്രഹങ്ങൾ. സ്വർഗത്തിലെ അനുഗ്രഹമാണ്, ആത്മീയ അനുഗ്രഹമാണ്. അതാണ് ക്രിസ്തു തന്നത്. അതാ രക്ഷ. അതിനെന്തെങ്കിലും കുറവ് വരുത്തിയോ? സകലവും എന്നാണ് പറഞ്ഞത്. 2-ാം അധ്യായത്തിൽ ഇബ്രാഹിംകാരൻ പറയാ ഇത്ര വലിയൊരു രക്ഷ. അതായത് രക്ഷയുടെ മഹത്വം, അതിൻ്റെ തേജസ്, അത് കണ്ടപ്പോഴാണ് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന പലതിനെയും, പാരമ്പര്യങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും പല താല്പര്യങ്ങളെയും ഒക്കെ പുറകോട്ടെറിഞ്ഞു കളഞ്ഞിട്ട് ഞാൻ ഈ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സ്വർഗത്തിൽ പോകാമെന്ന് മനസ്സിലായപ്പോൾ, രക്ഷ കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ. ഇതാണോ രക്ഷ? അപ്പം ഞാൻ ഇത്രയും കാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്താ? അതല്ലായിരുന്നു നമ്മുടെയൊക്കെ ആദ്യ ആവേശത്തിൻ്റെ അടിസ്ഥാനം? അങ്ങനെയെങ്കിൽ ഇന്നും നമ്മളെ ആവേശത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്നറിയുമോ? ക്രിസ്തു യേശുവിനെ പറ്റിയുള്ള ആ രക്ഷയെ പറ്റിയുള്ള യഥാർത്ഥ തിരിച്ചറിവ്. ഞാനൊരു വാക്യം കൂടി അത് ചേർത്ത് പറയാനായിട്ട് പറയുകയാണ്. ഈ രക്ഷാ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചു പോയ ഒരു അപജയം, ആത്മരക്ഷയെ നാം ജഡികവൽക്കരിച്ചു. കാർണലൈസേഷൻ ഓഫ് ദ സാൽവേഷൻ. ആത്മരക്ഷ അതൊരു സ്വർഗീയ രക്ഷയാണ്. അത് ഐഹികമല്ലാത്തൊരു തേജസ്സിൻ്റെക്കുള്ള പ്രവേശനമാണ്. അത് ആദ്യം അത് കണ്ടാ വന്നേ. നമ്മൾ ആരും വന്നത് വീട് പണി കിട്ടുമെന്നോ പിള്ളേർ നന്നാവുമെന്നോ നല്ല സ്ഥാനം കിട്ടുമെന്നോ ഓർത്ത് ആരും രക്ഷിക്കപ്പെട്ടവരുടെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറ്റുന്ന അബദ്ധം പറയാനുമില്ല. നമ്മളൊക്കെ വന്നത് കർത്താവിൻ്റെ ജീവൻ, നിത്യജീവൻ കിട്ടിയെന്ന് പറഞ്ഞ് വന്നതാണ്. എന്നിട്ട് ആ നിത്യജീവൻ കുറെ കഴിഞ്ഞപ്പോൾ അതിനെ പതുക്കെ അങ്ങ് നിത്യജീവൻ സ്വർഗത്തിലൊക്കെ പോവല്ലോ, ഒക്കെ നമുക്കുള്ളതല്ലേ. പക്ഷേ നമ്മുടെ പ്രാർത്ഥനാവശ്യങ്ങളുടെ ലിസ്റ്റിൽ ഏതാ കിടക്കുന്നേ? അതല്ല. നമ്മുടെ മുൻഗണനകൾ എവിടെയാ? അതല്ല. കർത്താവിനെ വിശ്വസിച്ചാൽ ഒരുതരം പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ ഒരു പിൻവാതിലിലൂടെയുള്ള ഉൾപ്രവേശനം നമ്മുടെയൊക്കെ ഇടയിലേക്ക് വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ രക്ഷയുടെ തേജസ്, മഹത്വം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഓരോ നഷ്ടവും കഷ്ടവും ഒക്കെ വരുമ്പോഴും പറയും ഈ കർത്താവിനെ വിശ്വസിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന്. ഞാൻ ഈയിടെ സംസാരിച്ച് 1-2 ചെറുപ്പക്കാരെന്നോട് പറഞ്ഞത് എന്നെ സങ്കടപ്പെടുത്തിയതാണ്. എന്ത് വിശ്വാസം! അപ്പനായിട്ട് വിശ്വസിക്കുന്നു, അമ്മയായിട്ട് വിശ്വസിക്കുന്നു, ഞാനായിട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ടൊക്കെ വന്ന പരീക്ഷ ജയിക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, നല്ല കല്യാണം നടക്കുന്നില്ല, ചെന്നേടത്തൊക്കെ ഉപദ്രവം. എന്തിനു വിശ്വസിക്കണം? ആരാ കുറ്റക്കാരൻ? അവരുടെ ഉപദേശം. ഇതാര് പറഞ്ഞു? എന്നെ വിശ്വസിച്ചാൽ ഈ ലോകം നിനക്ക് അനുകൂലമാക്കാമെന്ന് പറഞ്ഞാണോ വന്നത്? ഇതെവിടുന്ന് കിട്ടിയ ഉപദേശം? ഒരുപക്ഷെ നമ്മുടെ പുൾപിറ്റുകളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചോണം. കർത്താവ് പറഞ്ഞത് എന്താ? എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഡീറ്റിച്ച് ബൊണോഫറിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൾ ടു ബി ക്രൂസിഫൈഡ്. മരിക്കാനുള്ള ക്ഷണമല്ലായിരുന്നോ ഈ ലോകത്തിൽ? എന്നിട്ട് അവിടെ പുനരുത്ഥാനം പ്രാപിക്കാനുള്ള ക്ഷണമല്ലായിരുന്നോ? എന്നിട്ട് അതെങ്ങനെയാണ് ഇവിടുത്തെ പുനരുത്ഥാനമായി തീർന്നത്? രക്ഷയുടെ മഹത്വം നഷ്ടപ്പെട്ടു പോയി. ക്രിസ്തു യേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാനാണ്, ഈ ലോകം നല്ലതാക്കാനല്ല. ക്രിസ്തു വന്നതുകൊണ്ടാണ് ഈ ലോകം നന്നായതെന്നുള്ളൊരു വേറൊരു സത്യം, അനിഷേധ്യമായ സത്യം. പക്ഷേ എന്തിനാ കർത്താവ് വന്നത്? എന്തിനാ ക്രൂശിൽ മരിച്ചത്? എന്തിനാ ഉയർത്തെഴുന്നേറ്റത്? എന്തിനാണ് പിതാവിൻ്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നത്? എൻ്റെ വയറുവേദന മാറാനാ? എൻ്റെ പരീക്ഷ ജയിക്കാനാ? അതിനല്ലേ ദൈവത്തിൻ്റെ പൊതുവായ കൃപയുടെ ഭണ്ഡാരങ്ങൾ ദൈവം എല്ലാവർക്കുമായി തുറന്നു വെച്ചിരിക്കുന്നത്. കർത്താവ് അവിടെ ഇരിക്കുന്നത് പാപികളെ രക്ഷിക്കാൻ, അവർക്ക് വീണ്ടും ജനിപ്പിച്ച്
അവരെ വിശുദ്ധീകരിച്ച് അവരെ തേജസ്കരണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോയി അവനോട് സദൃശന്മാരാക്കുവാൻ. അതാണ് രക്ഷ. അതാണ് രക്ഷയെങ്കിൽ നമ്മൾ എങ്ങോട്ടാ തിരിച്ചു പോകുന്നത്? നമ്മൾ എന്തിനാ പുറകോട്ട് പോകുന്നത്? രക്ഷയുടെ മഹത്വം നമുക്ക് തിരിച്ചു പിടിക്കാം. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. 3, ദൈവപരിജ്ഞാനത്തിൽ വളരുക. പാട്രിക് ജി അത് നന്നായി പറഞ്ഞതുകൊണ്ട് ഞാനതേപ്പറ്റി ആവർത്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ പ്രയാസം. ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി വരുത്തുവാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞതിനോട് ചേർത്ത് പറയാം. പ്രിയപ്പെട്ടവരെ, ബൈബിളിന് ഒരു മാറ്റമില്ല. പക്ഷെ അതിലെ ദൈവശാസ്ത്രം വളരെ ചടുലമായ ഡൈനമിക്കായ ഒരു പരിജ്ഞാന ശേഖരമാണെന്ന് ഓർത്തോണം. നമ്മൾ എന്തെങ്കിലും വായിച്ചിട്ട് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും വിഡ്ഢികൾ ലോകത്തിലുണ്ടാവില്ല. ഇത് രക്ഷ തന്നെ. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞു, സത്യം മനസ്സിലായി എന്ന്. എന്താ ഈ രക്ഷയുടെ സത്യം? മനസ്സിലായോ? മനസ്സിലായാൽ രക്ഷ ചെറിയ രക്ഷയായിരിക്കും. ഓരോ ദിവസം കഴിയും തോറും ഈ ലഭിച്ച രക്ഷയുടെ അപ്രമേയമായിരിക്കുന്ന മഹിമാധനം ഒന്നിനൊന്ന് വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. പഠനം അവസാനിപ്പിക്കരുത്. നമ്മുടെ BTS ഒക്കെ ഇപ്പം ചില സഹോദരിമാരൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉപദേശിമാർക്കും ക്ഷീണമായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയാവോ, ഇങ്ങനെ പറയാവോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വേദവാക്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നവർ അതിലെന്തോ ദുരുപദേശത്തിൻ്റെ ഒരു ചായ് ഉണ്ടല്ലോ എന്നൊക്കെ പറയാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസം ലില്ലി പറയാ, ക്രിസ്തു ഇത്രയും വലിയ പുള്ളിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായെന്ന്. അപ്പം ഇത്രയും നാൾ ഞങ്ങളൊക്കെ പറഞ്ഞതോ? അത് തന്നെ ആയിരിക്കും ഇനി. ദൈവം അവൾ ഈടെയായിട്ട് ഇച്ചിരി പേടിച്ചാണ് നടക്കണേ. കാരണം ദൈവം ഈ തിയോളജി പ്രോപ്പർ പഠിച്ചപ്പോൾ ഇങ്ങനെ വലിയൊരാളാണെങ്കിൽ ഇച്ചിരിയോടെ സൂക്ഷിച്ചൊക്കെ വർത്താനം പറയണല്ലോ എന്നായി. പഠിച്ചു എന്ന് ഓർത്താൽ നമ്മളിരുന്നേ. ചിലപ്പോൾ ആളുകൾ പറയും, അന്ന് നമ്മൾ 1988 IBS പഠിച്ചത് അതാണ് വെസ്റ്റ് മിനിസ്റ്റർ കൺഫെഷൻ. നമുക്കൊരു കൺഫെഷനേ ഉള്ളൂ, അത് ബൈബിളാണ്. അന്നൊക്കെ പഠിച്ചു സത്യമായത് ദൈവത്തിൻ്റെ മഹാകൃപ. പക്ഷെ ഈ സത്യത്തിന് ഒരുപാട് മഹത്വങ്ങളില്ലേ, വിശാലതകളില്ലേ, അറിവിൻ്റെ വിശാലത. നമ്മൾ ഈ പൊട്ടക്കണത്തെ തവളയായിട്ട് അവിടെ ഇരുന്നിട്ട് ഇതാ സത്യം എന്ന് പറയാതെ കണ്ണു തുറന്ന് നോക്കണം, മറ്റ് പുസ്തകങ്ങൾ വായിക്കണം. ഇനിയിപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രസംഗം പൊട്ടയാണെങ്കിൽ ആ യൂട്യൂബ് അങ്ങ് തുറന്നു നോക്കി. ജോൺ ലെനോക്സ്, ആ മനുഷ്യൻ, ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ ക്ലാസ് എടുക്കാൻ പറയുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, ആഴ്ചയിൽ ഒരു പ്രസംഗമെങ്കിലും ഇവരെ ഒന്ന് കേൾക്കും. ആരുടെയെങ്കിലും ഒരു നല്ല പ്രസംഗം കേൾക്കണം. എന്തൊരു ബൂസ്റ്റിംഗ് എപ്പോൾ തരുന്നത്, എന്തൊരു ധൈര്യപ്പെടുത്തലാണ് തരുന്നത്. ഇല്ലയെന്ന് ആരും ഇനി പറയരുത്. ഇപ്പം നമ്മുടെ പ്രസംഗങ്ങളൊക്കെ ഇച്ചിരി മോശമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സഭയെ പ്രസംഗിക്കുന്നില്ല. ഏതാ സഭ? എവിടെയാ പ്രസംഗമെന്ന്? ലോകത്തിൽ ആര് പ്രസംഗിച്ചാലും നമ്മുടെ കൺമുമ്പിലല്ലേ പ്രസംഗിക്കുന്നത്? ഇല്ലാത്തതുകൊണ്ടല്ല, മനസ്സില്ലാത്തത് കൊണ്ടാണ്. അവസരം ഉപയോഗിക്കുക. നല്ല കേൾവിക്കാരായിരിക്കുക എന്നുള്ളൊരു വലിയ കാര്യം. ഞാൻ ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുകയായിരുന്നേ. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചു കൊള്ളുക. കർത്താവ് പറയുന്നതാണേ. ഇത് പറയുന്ന അർത്ഥം എവിടെയാണെന്നറിയോ? അതിന് തൊട്ടു മുമ്പ് പറയുന്നത് വിളക്ക് കത്തിച്ചാരും പറയുടെ കീഴിൽ വെക്കുകയല്ല, പീഠത്തിന്മേൽ വെക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു സൂക്ഷിച്ചോളൂ. അതിന് ശേഷവും കർത്താവ് വിതക്കാരൻ്റെ വിത്ത് വിതയ്ക്കുന്ന മുമ്പ് പറയുകയാണ്, നമ്മുടെ കേൾവി വളരെ പ്രധാനപ്പെട്ടതാണ്, പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. മനസ്സടക്കി ചോദിച്ചാൽ ആർക്കും കേൾക്കാൻ പറ്റില്ല. കേൾക്കുന്നത്, ഒരു കേൾക്കുന്ന ഹൃദയം ഉണ്ടെങ്കിൽ പറയാനായിട്ട് ദൈവാത്മാവ് 1000 വഴികൾ നമുക്ക് മുമ്പിൽ തുറന്ന് വെച്ചിട്ടുണ്ട്. അറിഞ്ഞാൽ, പരിജ്ഞാനം പ്രാപിച്ചാൽ നമ്മൾ നന്നാവും. 4, ദൈവശുശ്രൂഷയുടെ വില മനസ്സിലാക്കുക. അതാണല്ലോ എബ്രായലേഖനത്തിലെ പ്രധാന വിഷയമായിട്ട് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യം. പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ചില കാര്യമൊക്കെ വായിച്ചു നോക്കിയാൽ ഈ പഴയ നിയമത്തിലെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പറയല്ലേ, ആ ദേവാലയം, അതിൻ്റെ ആ യാഗപീഠം, അതിൻ്റെ വിശുദ്ധി പരിശുദ്ധിയൊക്കെ ഇപ്പോഴും സഭായോഗത്തിനൊക്കെ വരുമ്പോൾ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ആ ചെങ്കടലിങ്ങനെ പകുക്കുന്നതും അതിനിടയിലൂടെ ഇസ്രായേൽ ജനം നടന്നു പോകുന്നതും എന്ത് മന്നായിങ് വർഷിക്കുന്നതും, ഇതൊക്കെയാണ് ഇപ്പോഴും ക്രിസ്ത്യാനിയുടെ അത്ഭുതം. ഒരത്ഭുതം തന്നെയാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. എബ്രായക്കാരൻ പറയാ, പഴയതും ജീർണിക്കുന്നതും. ദൈവം ജീർണിച്ചെന്നല്ല, ഈ വലിയ ആരവാരം ശൈവാരാജ്ഞി ശലോമോന്റെ കൊട്ടാരത്തിൽ വന്ന് കണ്ട പോലെയാ പലപ്പോഴും പഴയ നിയമം വായിക്കുമ്പോൾ. എന്തൊരു പുറപ്പാടെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തോ പുറപ്പാടാത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു ആ പുറപ്പാടിൻ്റെ ഭംഗി. ശലോമോന്റെ കൊട്ടാരമൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇതത്രേ ഉള്ളൂ എന്ന്. പുതിയതോ, ദൈവമേ
12-ാം അധ്യായത്തിൽ എഴുതിയേക്കാണ്, നാം വന്നിരിക്കുന്ന അതിൻ്റെ അടുക്കലേക്ക് അല്ല എന്ന്. കത്തുന്ന തീ, ഇപ്പം എങ്ങനെ ഇവിടെ എങ്ങനെ നടുക്കങ്ങാർ തീ കത്തിയ എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് പാടും. അതിൻ്റെ അടുക്കലേക്ക് അല്ല വന്നേന്ന്. ഒരു ഇടിയങ്ങാൻ മുഴങ്ങിയാൽ അതിശയം. കോടഞ്ചേരി സഭയുടെ പ്രസംഗ സമയത്തല്ല, ക്യാമ്പിൽ പ്രത്യേക ഇടിവെട്ടി. എന്തൊരു അത്ഭുതമായിരിക്കും. ഇവിടെ ഒരു റിവൈവൽ വരും. അതിൻ്റെ അടുക്കലേക്ക് അല്ല. വെടി ഒരുപാട് വെട്ടിയില്ലേ അവിടെ? മല കിലിങ്ങിയില്ലേ? എന്നിട്ട് ആള് കിലിങ്ങിയോ? നമ്മളെങ്ങോട്ടാണ് വന്നിരിക്കുന്നത്? സ്വർഗീയ യെരൂശലേമിലേക്ക്, ആത്മാക്കളുടെ ഇടയൻ്റെ അടുക്കലേക്ക്, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി പ്രയോജനകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലേക്ക്. ഈ ശുശ്രൂഷയുടെ മഹത്വം അറിയാമോ നമുക്ക്? അത് ബാഹ്യമല്ല, അത് ആത്മീയമാണ്. അതറിയണമെന്നാണ് പറഞ്ഞത്. ദൈവ ശുശ്രൂഷയുടെ മഹത്വം. കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ ജീവൻ കൊടുത്തു. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും. കാരണം എന്താ? കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടം. എന്നോട് പറഞ്ഞേക്ക് അവരെ നോക്കാൻ. ഒരു ശുശ്രൂഷയ്ക്ക് വിലയുണ്ടോ? യെരൂശലേം ദേവാലയത്തിൽ തീ കത്തിക്കുന്നതാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി എന്നേക്കും പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നതാണോ? ഇതിന് വിലയില്ല. ഇപ്പം തന്നെ യെരൂശലേമിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വല്ല പള്ളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇപ്പം തോന്നും, വലിയ പള്ളിയിലൊക്കെ ഒന്ന് പോയി നോക്കിയേ, ആ ഡോമുകളൊക്കെ ഉള്ള പള്ളിയിൽ പിയാനോ ആണ് അവരുടെ വലിയ യന്ത്രമൊക്കെ ഉണ്ടല്ലോ, ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒച്ചയൊക്കെ കേൾപ്പിച്ചങ്ങ് അപ്പാട് ഏത് നിരീശ്വരവാദിയും ദൈവമേ എന്ന് വിളിച്ചു പോകും അവിടെ. അത്ര ഭയങ്കര. അതുകൊണ്ടാണ് പല നിരീശ്വരവാദികളും ഇപ്പോഴേ പള്ളി പോകണ്ടെന്ന് കേട്ടു. ടോം ഹോളണ്ട് നിരീശ്വരവാദിയായിരുന്നു. ഈയിടെ ആംഗ്ലിക്ക സഭയിൽ പോകേണ്ടെന്ന് ഏതോ ഒരു യൂട്യൂബിൽ ഞാൻ കേട്ടു. കാരണം അവിടുത്തെ ആ വൺ വണ്ടർ അതൊക്കെ ഞാൻ കാണുമ്പോൾ എന്തോ ഭയങ്കരം. വിവേകാനന്ദ പോലെ പണ്ട് ഞാൻ പോയപ്പോൾ ഓർത്തു, സത്യക്രിസ്ത്യാനിയായിട്ട് പോലും ഒന്ന് പ്രാർത്ഥിച്ചാലോ എന്ന് തോന്നി എനിക്ക് അവിടുന്ന്. കാരണം അതിൻ്റെ ആ അറ്റ്മോസ്ഫിയർ. അതാണോ ക്രിസ്തുവിൻ്റെ ഈ ഔറ ഉണ്ടാക്കിയിട്ട് ഈ വലിയ ഹെയിലോ സൃഷ്ടിച്ച് വെച്ചിട്ട് അതിനകത്ത് കയറ്റിയിരുത്തി ഭക്തി കൊടുക്കുന്നതാണോ? പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെ ദൈവമുഖം കാണുവാൻ, ദൈവ ശുശ്രൂഷ കാണുവാൻ. അതല്ലേ കർത്താവിനെ നമ്മൾ കണ്ടത്? പള്ളിക്കകത്തല്ലല്ലോ, ഫലസ്തീൻ്റെ തെരുവീതികളിലല്ലേ കണ്ടത്. അവനെ ക്രൂശിച്ചത് യെരൂശലേമിലെ യാഗപീഠത്തിലല്ലല്ലോ, വെറുക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ഗൊൽഗോഥായുടെ മലയിലല്ലേ, വഴിപോക്കരല്ലേ അവനെ കണ്ടത്. ക്രിസ്തീയത ജീവിക്കുന്നത് മനുഷ്യ ജീവിതങ്ങളാണെന്ന് ഓർക്കണം. ഇത് പുതിയ നിയമ ശുശ്രൂഷയാണ്. ഞാനതിനെപ്പറ്റി വിശദമാക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷകളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ പ്രയാസം കൂടി വരുമായിരിക്കും. ഞാൻ പറഞ്ഞു, ഭയപ്പെടണ്ട, അവസാനം ആകുമ്പോൾ കൂടുമെന്നല്ലേ കർത്താവ് പറഞ്ഞേക്കുന്നേ. എളുപ്പമല്ലെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് പ്രശ്നങ്ങളും ഭിന്നതകളും അസ്വസ്ഥതകളും വിശ്വാസം തന്നെ ഇല്ലയെന്ന് വരുമ്പോൾ തെറ്റാന്നല്ല അതിൻ്റെ തെളിവ്, ഇത് ശരിയാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ഏറ്റവും ശ്രദ്ധ വേണം, കൂടുതൽ ഉന്മേഷം വേണം. അത് സഭയെ തന്നെ ആണെങ്കിലും നമ്മുടെ ജീവിതം, ഓരോരുത്തരുടെയും ജീവിതം നോക്കി വയ്ക്കും. ദൈവ മിഷണന്മാരുടെ ജീവിതം നോക്കിയാൽ അറിയാം, ഭയങ്കര ആവേശത്തിലാണ് തുടങ്ങിയത്. പിന്നെ അവസാനം മിക്കവാറും അവൻ സ്ഥാപിച്ച സംഘടനയിൽ നിന്ന് അവനെ പുറത്താക്കിയിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വില്ലിംഗേരിയെ പറ്റി വായിച്ചു. പിന്നെ ഹഡ്സൺ ടൈലറെ പറ്റി ആരോ ക്ലാസ് എടുക്കാൻ വായിച്ചു. അവസാനം ഹഡ്സൺ ടൈലറുടെ സംഘടന ഹഡ്സൺ ടൈലറുടെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി. പലരെയും അങ്ങനെ കേട്ടിട്ടുണ്ട്. അവസാനം ഇവർ തന്നെ അപ്പോൾ ഓർക്കും, അപ്പോൾ കർത്താവെ ഞാൻ ചെയ്തൊക്കെ അബദ്ധമായെന്ന്. അബദ്ധമായതല്ല, കർത്താവിന് അവസാനം ആളുണ്ടായിരുന്നു. ആദ്യം എന്താ ആളായിരുന്നു, എന്താ ആൾക്കൂട്ടായിരുന്നു. അവസാനം എത്ര പേരുണ്ട്? പൗലോസിന് ആളുണ്ടായിരുന്നോ? ആരും എനിക്ക് തുണവുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും അല്ലേ? ആരും ഇല്ലായിരുന്നു എന്ന് തോറ്റോ? അതെല്ലാ പ്രസ്ഥാനങ്ങളുടെയും ചില വളർച്ചകളാണ്. പിന്നെ ഒരുപക്ഷെ ഒരു റിവൈവൽ പിന്നെയും വരുമായിരിക്കും. അതുകൊണ്ട് ശുശ്രൂഷയെ തടയരുത്. അവസാനം വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത അനേകായിരങ്ങളുടെ മാതൃക ഓർക്കാൻ പറഞ്ഞു. നമ്മളിന്ന് പിന്മാറി പോകും, നമ്മൾ വേണ്ടാന്ന് പറയും. ലോകാരംഭം മുതൽ ഇന്നയോളം എബ്രാഹിം പറയുക, ഒരുപക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ ആൻഡമാൻ നിക്കോബാറിൽ മരിച്ച ആ ജോണലൻ ചൗ വരെ, അതിന് ശേഷം ആരായിരിക്കും, അതിന് ശേഷം ആളുണ്ടാവും അല്ലേ, അവർ വരെ രക്തസാക്ഷികളുടെ നീണ്ട നിര. ആ സാക്ഷ്യം എന്താണെന്ന് അറിയുമോ? ഇത് സത്യമാണ്, ഇതല്ലാതെ മറ്റൊരു സത്യം ഈ ആകാശത്തിന് കീഴിൽ മറ്റൊന്നില്ല എന്ന് അവരുടെ രക്തം വിളിച്ചോതുമ്പോൾ നമ്മൾ ഈ മണ്ണിൻ്റെ സുഖത്തിന് വേണ്ടി, ചില്ലറ പ്രശ്നങ്ങൾക്ക് വേണ്ടി പുറകോട്ട് പോവുകയോ? എങ്ങോട്ടാണ് നമ്മൾ പോവുക? അവസാനം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ദൈവത്തെ ഭയപ്പെടുക. അതാണ് എബ്രാഹിം പറയുന്ന ഇടയ്ക്ക് വാണിംഗ് പാസേജസ് കണ്ടിട്ടുണ്ടോ? ഇതിനിടയിൽ ഈ പ്രോത്സാഹനത്തിൻ്റെ കൂട്ടത്തിൽ സൂക്ഷിക്കണം, ശരിയായിട്ടില്ലെങ്കിൽ നിന്നെ ശരിയാക്കി കളയും,
ഭയപ്പെടണം എന്ന തരത്തിലുള്ള വാണി. എന്നാൽ ആ പറയുന്ന വാക്കൊക്കെ വായിക്കുമ്പോൾ എബ്രായക്കാരനെ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ആ വാക്കിൻ്റെ അവസാനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുന്നല്ല, ഇങ്ങനെയൊക്കെ ചെയ്ത് നശിച്ചു പോകുന്നവരായിട്ടല്ല നിങ്ങൾ ഇരിക്കേണ്ടത്. അങ്ങനെയാ പറയുന്നത്. രക്ഷയുടെ ഭദ്രതയെ വിശ്വസിച്ച ആളാ എബ്രായക്കാരൻ. അല്ല രക്ഷ പോകുന്നല്ല പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോഴും ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ വാണിംഗ് പാസേജിൻ്റെ അവസാനം വായിച്ചു നോക്കിയാൽ അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത്. എന്തിനാ അതൊക്കെ പറഞ്ഞതെന്നറിയോ? ഭയപ്പെടണം. ഇത് തീക്കളി എന്ന് നമ്മൾ പറയുമല്ലോ, അത് തന്നെ അവിടെ പറഞ്ഞല്ലേ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. എന്താ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? യഹൂദരെ നിങ്ങൾ മനസ്സിലാക്കണം. ഏശാവിനെ നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു 12-ാം അധ്യായത്തിൽ. ഒരു നേരത്തെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വേണ്ട എന്ന് പറഞ്ഞ് ഏശാവിൻ്റെ കഥ അറിയാവോ എന്ന്. നാം മരിക്കുമല്ലോ എന്നാ പറഞ്ഞല്ലേ. ഓ എന്ത് ജീവിതം, കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോയല്ലോ എന്ന്. മരണത്തിന് അപ്പുറത്തേക്ക് കാണാനുള്ള കണ്ണുവരെ അവന് ഉണ്ടായില്ല. അതായത് ഏശാവിൻ്റെ ചരിത്രം മരിക്കുമ്പോൾ തീരുമെന്ന് അവൻ ഓർത്തത് അല്ല. ഏശാവിൻ്റെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരപ്പെടുന്ന ഒരു ജീവിതമാണ് അവൻ ജീവിക്കുന്നതെന്ന് കാണാനുള്ള കണ്ണുണ്ടാകാതെ പോയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മരിച്ചു പോവില്ലേ, എന്ത് ജന്മാവകാശം, പായസം തന്നാൽ മതി എന്ന് പറഞ്ഞു. അതല്ല, അത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് നഷ്ടപ്പെട്ടു പോയതോ പിന്നത്തേതിൽ അവൻ കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും മാനസാന്തരത്തിന് ഇട കണ്ടില്ല. അതാണ് എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തുന്നതും എന്നെ ഭയപ്പെടുത്തുന്നതുമായ എബ്രായലേഖനത്തിലെ കാര്യം. നമ്മളിന്ന് നിൽക്കുന്ന കൃപയുടെ മഹത്വം നമുക്ക് അറിഞ്ഞുകൂടായിരിക്കും. മഹത്വമുള്ളതാണ്, പക്ഷെ അറിയില്ല, മുഴുവൻ അറിയാൻ കഴിയുമില്ല. സ്വർഗത്തിൽ ചെന്നാൽ പോലും അത് നമുക്ക് പിന്നെയും എത്തിപ്പിടിക്കേണ്ട, തിരിച്ചറിയേണ്ട മഹായാഥാർത്ഥ്യമായിട്ട് നിൽക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാം തുറന്നു വെച്ചാൽ പിന്നെ അതിലിപ്പോൾ എന്ത് രസം എന്താ ഉള്ളത്? പിന്നെ അവിടെ ബൈബിൾ ക്ലാസ്സുകൾ വേണം, തിരിച്ചറിവുകൾ വേണം, അവിടെ ഇരിക്കട്ടെ. എന്നാൽ ആ മഹത്വം നമ്മുടെ സ്വന്തമാക്കി വെച്ചിട്ട് ഒരു ഊണിന്, ഒരു ജോലിക്ക്, ഒരാളൊരു വാക്ക് പറഞ്ഞതിന്, ഒരു നടപടി സഭയിൽ ഇച്ചിരി കൂടിപ്പോയതിന്, ഒരു സഭയിലെ മൂപ്പൻ ഒരു ആവശ്യത്തിന് കടന്നു വരാത്തതിന്, ഒരു ഇത്തിരി പക്ഷപാതപരമായിട്ട് ഇടപെട്ടു എന്നുള്ള ആരോപണത്തിന്, അല്ലെങ്കിൽ കർത്താവ് ആ ജോലി കൊടുക്കാത്തതുകൊണ്ട്, എന്തെങ്കിലും ഒരു അന്യായം ചെയ്തതുകൊണ്ട് ഈ സഭ വേണ്ട, ഞാൻ പോകുന്നു. എങ്ങോട്ടാ പോക്ക്? തലമുറകളെ യേശാവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകും, അധപ്പതനത്തിലേക്ക്, അഭക്തിയിലേക്ക്. ഭയപ്പെടണം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അല്ലോ. യഹൂദൻ്റെ ചരിത്രം അറിയാമോ? മലാക്കിയുടെ കാലത്ത് മലാക്കി പ്രവചനം പറഞ്ഞു, നിങ്ങൾക്ക് യാഗങ്ങളും മോശമായി അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമില്ല അല്ലേ, കണ്ണുപൊട്ടിയതിനെ മുടന്നുള്ളതിനെ അർപ്പിച്ചിട്ട് ഓ ദൈവത്തിനല്ലേ, കർത്താവിനെ തിന്നുന്നുണ്ടോ, കത്തിച്ചു കളയാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങളതിനെ ഡിസ്ഗ്രേസ് ചെയ്തില്ലേ, തുച്ഛീകരിച്ചില്ലേ? ഓഫറിങ് ഇടാൻ പറഞ്ഞപ്പോൾ, പുരോഹിതരെ നോക്കാൻ പറഞ്ഞപ്പോൾ ഓ എന്തോ ഒരു പ്രയാസം എന്ന് പറഞ്ഞ് ചീറിയില്ലേ നിങ്ങൾ? എന്നിട്ട് കർത്താവ് പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. മലാക്കിയുടെ പ്രവചനത്തിൽ നമുക്ക് ഒരുപക്ഷെ അന്ന് അവർക്ക് മനസ്സിലാകാത്തതും പിന്നീട് ലോകത്തിന് മനസ്സിലായതുമായൊരു സത്യം കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു, എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അവസാനം 14-ാം വാക്യം, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്നു. അതെങ്ങനെയാ പറഞ്ഞതിൻ്റെ അർത്ഥം? യഹൂദനല്ലാതെ ആരെങ്കിലും ഏത് ജാതിയാണ് യേശുവിനെ, കർത്താവിനെ, യഹോവനെ വിശ്വസിച്ചേ? ആരുമില്ല. ആ വാക്ക് ഒരു പ്രവചനമാണ്. യഹൂദനെ, നിനക്കിത് വേണ്ട അല്ലേ? ഈ മുന്തിരിത്തോട്ടത്തിലെ ജോലി നിനക്ക് വേണ്ട, അതിൻ്റെ യജമാനൻ ഫലമന്വേഷിച്ച് വരുമ്പോൾ ഇവരെ കൊന്നുകളയുക, അവകാശം നമ്മുടേതാകുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വന്തമാക്കാമെന്ന് വിചാരിച്ചല്ലേ? ഫലം കായ്ക്കുന്ന വേറൊരു ജാതിക്ക് ഞാൻ എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞു. യഹൂദൻ്റെ മശിക വന്നപ്പോൾ ആ മശികയുടെ മഹാസത്യം ലോകത്തെ അറിയിച്ചത് ആരാ? എത്ര യഹൂദനുണ്ടായിരുന്നു? ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ആരാ? 1000 ജാതികൾ. ഇന്ന് യഹൂദൻ ഇന്നും ആ ദേവാലയം പണിയാന്നും പറഞ്ഞിട്ട് ആ വെയിലിംഗ് വാളിൻ്റെ മുമ്പിൽ കടലാസിൽ പ്രാർത്ഥനാവശ്യം എഴുതി തിരികൊണ്ടിരിക്കുക. അവരവിടെ ഇരിക്കട്ടെ. അവരുടെ മശിക വന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ രാജാധിരാജാവായി സർവഭൂമിയുടെ അധികാരിയായി ആ സകല രാജ്യത്വങ്ങളെയും തകർക്കുന്ന ചെറിയ കല്ലായി അവൻ വരും എന്നുള്ള സത്യം അവർക്ക് മറവായിരിക്കുന്നു. യഹൂദൻ്റെ അബദ്ധം വിശ്വാസിക്ക് വരരുതെന്ന്. കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ തളരുകയല്ല കേട്ടോ, വളരുകയാണ്.
എന്നോടൊരു പഴയ കാലത്ത് ഞങ്ങൾ കരിസ്മാറ്റിക് പ്രാർത്ഥന ഉണ്ടായിരുന്ന ഒരു സഹോദരി കുറേ വർഷങ്ങൾക്ക് ശേഷം, ഞാനൊരു 10-20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്നെ കണ്ടപ്പോൾ പരിചയം പുതുക്കിയിട്ട് അവർ പറഞ്ഞു, സഹോദരാ, കുറേ കാലമല്ലോ കണ്ടിട്ട്, എന്നായിരുന്നു അന്നത്തെ ആവേശം? അതൊക്കെ ഇന്നുണ്ടോ? ആ വിശ്വാസം ഇന്നുണ്ടോ സഹോദരാന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരെ നിരാശപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഉണ്ട് സഹോദരി, ആ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ പഴയ വിശ്വാസം ഓർത്ത് ഞാൻ തലയെ മുണ്ടിട്ട് നടക്കാൻ ഓർക്കുക. നാണിച്ചു പോകുന്ന ആവേശം, ലജ്ജാകരം, അത് ലോകം ഇനി ഒരു നാൾ ഓർക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഓർക്കുന്നത്. ചിലരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുമ്പോൾ ഞാൻ തല ഉരിഞ്ഞു പോകുന്നുണ്ട്. അതാ ഇവർ ആവേശം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാ? കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞവർ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥർ, അവകാശികൾ, ദൈവത്തിൻ്റെ മക്കൾ, രാജാക്കന്മാരായി വാഴേണ്ടവർ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വാഹകർ, ആത്മീയ ശുശ്രൂഷ, ദൈവദിനത്തെ ക്രിസ്തുവിൻ്റെ തേജസ്സിലേക്ക് പണിതുയർത്തുന്ന നിർമ്മലകന്യായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ ശുശ്രൂഷയുടെ കാര്യവാഹകർ. അതല്ലേ നമ്മൾ? എന്താ പഴയത്? തളരുകയല്ല, പെമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ പരമപിടിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പുറയിലോട്ടൊന്നും പോകണ്ട പ്രിയപ്പെട്ടവരെ, അതൊക്കെ കഴിഞ്ഞുപോയി. നിങ്ങൾ ഈ തികഞ്ഞവനൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കട്ടെ, പരമവിളിയുടെ ബിരുദ, ദ പ്രൈസ് ഓഫ് ദി അപ്വേർഡ് കോളിംഗ് ഓഫ് ഗാഡ്. ആ നിധി, ആ സമ്പത്ത്, ആ കിരീടം മുമ്പിൽ വെച്ചിട്ടുണ്ട്. മുമ്പോട്ട് പോകാം. പഴയത് നല്ലതാണെന്നും പറഞ്ഞൊന്നും ഇരിക്കണ്ട, മുൻപോട്ട് പോകാം. മുരുകൻ കാട്ടാക്കടയുടെ കഥയും കൂടെ പാട്ടറിയല്ലോ. എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം എന്ന് പാടിയ ആ പാട്ടിൻ്റെ ലൈന്. പ്രശ്നം തിമിരമാണ്, കാര്യങ്ങളെ ശരിക്കും കാണാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാൽ ഉള്ളാശയുന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം, അങ്ങയുടെ തേജസ് കാണുവാൻ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ ആ മഹത്വം ദർശിക്കുവാൻ, ആത്മീയ ശുശ്രൂഷയുടെ അതിൻ്റെ അനുഗ്രഹം ദർശിക്കുവാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അപാരമായ വ്യാപാരം എന്തെന്ന് തിരിച്ചറിയാൻ, ക്രിസ്തുവിനെ ഉയർപ്പിച്ച ശക്തി എന്തെന്ന് തിരിച്ചറിയാൻ, അത് അനുഭവിച്ചറിയാൻ ഞങ്ങളെ പ്രകാശിപ്പിക്കണം. ആമേൻ. നമ്മൾ ശരിക്കും ഒരു മോട്ടിവേഷണൽ സ്പീക്ക്, നമ്മളെ ഉത്സാഹപ്പെടുത്തുന്ന ഒരു സന്ദേശം കേൾക്കുകയായിരുന്നു. അപ്പോൾ ഈ മോട്ടിവേഷണൽ സ്പീക്കിലൂടെ ഒരു പക്ഷേ നമ്മളൊക്കെയും തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ ഉറങ്ങിയിരുന്നു, എത്രത്തോളം നമ്മൾ പഴയ കാര്യങ്ങളെ നല്ലതെന്നും പുതിയതിനെ കുറ്റപ്പെടുത്തിയും ഇരുന്നു എന്ന് നമുക്ക് എങ്ങനെ എന്ന് നമുക്ക് ഹൃദയത്തിൽ ആത്മശോധന ചെയ്യാം. ഈ സാധാരണ കമ്പനികളിലൊക്കെ രാവിലെ അവർ സ്റ്റാഫ് വരുമ്പോൾ അതിന് മാനേജർ ഒരു മീറ്റിംഗ് കൂടും റൗണ്ടിൽ നിന്നിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ഉണ്ട്. അത് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഡെയിലി അങ്ങനെ ഒന്നിച്ചു കൂടുവാനോ ആരിൽ നിന്നും മോട്ടിവേഷൻ സ്പീക്ക് കേൾക്കാനുള്ള ഒരു സൗകര്യമില്ല. എന്നാൽ ദൈവം അവിടുത്തെ വചനങ്ങൾ നമ്മുടെ കരങ്ങളിൽ തന്നിട്ട്, ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട് ദിവസവും നമുക്ക് ഉത്സാഹം നമുക്ക് ലഭിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഔസേപ്പച്ചൻ സാർ പറഞ്ഞതിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്ന ആളുകളായി തീർന്നെങ്കിലേ നമുക്ക് ഈ പരിജ്ഞാനത്തിൽ വളരുവാനായിട്ട് കഴിയുള്ളൂ. ക്രിസ്തുവിൻ്റെ മഹത്വത്തെ അന്വേഷിക്കാത്തത് കൊണ്ട് നമുക്ക് ഉത്സാഹം നഷ്ടപ്പെട്ടു പോകുന്നു. രണ്ടാമതായിട്ട് ഇതിൻ്റെ രക്തചുരുക്കം എന്ന് പറഞ്ഞാൽ രക്ഷയുടെ മഹത്വം. പഴയ നിയമം നമ്മൾ വായിച്ച് പുതിയ നിയമം വായിക്കുമ്പോഴും പഴയ നിയമത്തിൽ യഹൂദന് അവന് ആ രക്ഷയുടെ മഹത്വം അവന് അന്ന് ലഭിച്ചിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ജാതികൾക്കും ആ രക്ഷയുടെ മഹത്വം മനസ്സിലാക്കി അതിൽ നമ്മളെ ഉൾപ്പെടുത്തി ആ രക്ഷയുടെ മഹത്വം പഴയ നിയമം പുതിയ നിയമമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വം നമ്മൾ അനുദിനം ഓർക്കണം എന്നാണ് സൗരം പറഞ്ഞത്.
അപ്പോൾ അത് നമുക്ക് ഓർക്കാതെ ഇരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഉത്സാഹം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ലോകത്തിലുള്ള മറ്റു പല വിഷയങ്ങളും വരുമ്പോൾ ഇതിനെ മറന്നുപോയി നമ്മൾ ദൈവപരിജ്ഞാനത്തിൽ പുറകോട്ട് പോകുന്നു. അപ്പോൾ അനുദിനം നമുക്കിങ്ങനെ ഒരു മോട്ടിവേഷൻ ദൈവം പരിശുദ്ധാത്മാവിനോട് നൽകുവാനായിട്ട് ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകി, വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തുവെങ്കിൽ മാത്രമേ നമ്മൾ ദൈവപരിജ്ഞാനത്തിൽ വളരുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യുക. നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം ഈ മോട്ടിവേഷൻ സ്പീക്ക് കൊണ്ട് അല്ലെങ്കിൽ ഈ ഉത്സാഹത്തിൻ്റെ ഈ പ്രസംഗം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം കൂടുതൽ നമുക്ക് പ്രചോദനം ലഭിച്ചുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മശോധന. കാരണം ഓരോരുത്തരും വ്യത്യസ്തമായ ആശയങ്ങളും കാഴ്ചപ്പാടുമുള്ള ആളുകളാണ്, അതുകൊണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. അതുകൊണ്ട് ഓരോരുത്തരും അത് നമുക്ക് ആത്മശോധന ചെയ്യാം.